അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചാണ്. വിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ ദിവസങ്ങളെ നാം ആഘോഷിക്കേണ്ടത് ആ ദിവസത്തിലുള്ള ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടാണ്. ധാരാളമായി തക്ബീറുകൾ ചൊല്ലി ആ ദിവസത്തെ നമുക്ക് ആഘോഷിക്കാം. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഒക്കെ നമുക്ക് ആ ദിവസങ്ങൾ ആഘോഷിക്കാൻ പറ്റും. എന്നാൽ പെരുന്നാളിൻ്റെ അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത്. പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരം കൂടിയാണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം സാധാരണഗതിയിൽ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കലാണ്. അതിൻ്റെ പരിപൂർണമായ രൂപം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം. അതിനുശേഷം നമ്മൾ വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിയതിന് ശേഷം 7 തവണ നമ്മൾ തക്ബീറുകൾ പറയണം, അല്ലാഹു അക്ബർ. ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് നമ്മൾ ചൊല്ലണം. ശ്രദ്ധിക്കുക, നിയ്യത്തോടുകൂടെ ചെറിയ പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു. ശേഷം വജ്ജഹത്ത് പാരായണം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 7 തവണ തക്ബീറുകൾ ചൊല്ലലാണ്. ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് നമ്മൾ ചൊല്ലണം. അപ്പോൾ ഇപ്രകാരം നമുക്ക് ചെയ്യാം. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ അല്ലാഹു അക്ബർ എന്നിട്ട് വജ്ജഹത്ത് പാരായണം ചെയ്യുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. വജ്ജഹത്ത് ഓതിയതിനു ശേഷം 7 തവണ നമ്മൾ തക്ബീറുകൾ ചൊല്ലണം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ 7 തവണ നമ്മൾ തക്ബീറുകൾ ചൊല്ലുകയും അതിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ചൊല്ലുകയും വേണം. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ സുന്നത്തായ സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നുള്ള സൂറത്താണ്. അത് പാരായണം ചെയ്തതിന് ശേഷം നേരെ റുകൂഇലേക്ക് പോകുന്നു, ഇഅ്തിദാൽ ചെയ്യുന്നു, 2 സുജൂദുകൾ ചെയ്യുന്നു. 2 സുജൂദ് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ ഉടനെ ആദ്യമായി ഫാത്തിഹയ്ക്ക് മുമ്പ് നമ്മൾ 5 തക്ബീറുകൾ ചൊല്ലണം, അല്ലാഹു അക്ബർ. നേരത്തെ നമ്മൾ 7 തക്ബീറുകൾ ചൊല്ലിയതുപോലെ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തക്ബീറുകൾ നമ്മൾ ചൊല്ലണം. ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ നേരത്തെ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹിനെ നമ്മൾ ചൊല്ലണം. 2ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ഓതേണ്ടുന്ന സൂറത്ത് ഹൽ അതാക ഹദീസുൽ ഗാഷിയ എന്നുള്ള സൂറത്താണ്. 2ാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതിയതിനു ശേഷം റുകൂഉ, ഇഅ്തിദാൽ, 2 സുജൂദുകൾ, പിന്നെ അത്തഹിയാത്ത് ചൊല്ലിയതിനു ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമുക്ക് സലാം വീട്ടിയാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരാൾ വജ്ഹത്ത് ഓതിയതിന് ശേഷം അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ ഫാത്തിഹ ഒരാൾ തുടങ്ങി ഈ തക്ബീറുകൾ മറന്ന് ഫാത്തിഹയിലേക്ക് കടന്നാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങിപ്പോവേണ്ട ആവശ്യമില്ല, ഫാത്തിഹ മുതൽ തുടർന്നാൽ മതി. അതുപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമും ഉറക്കെയാണ് തക്ബീറുകൾ ചൊല്ലേണ്ടത്. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ഈ തസ്ബീഹുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത് പതുക്കെയാണ് ചൊല്ലേണ്ടത്. ഈ പെരുന്നാൾ നിസ്കാരം പുരുഷനും സ്ത്രീക്കും ഒക്കെ സുന്നത്താണ്. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് നിസ്കരിക്കുക, പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക. സ്ത്രീകൾക്ക് അയൽപ്പക്കത്തുള്ള സ്ത്രീകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പെരുന്നാളിൻ്റെ അന്ന് അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിനിടയിൽ പല സ്ത്രീകളും ഈ മഹത്തായ ഇബാദത്ത്, പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് പെരുന്നാൾ നിസ്കാരം ഒരുപക്ഷെ മറന്നു പോവാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ശുദ്ധിയുള്ള എല്ലാ സ്ത്രീകളും പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് മുതൽ ളുഹ്ർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാനും ധാരാളമായ ഇബാദത്തുകൾ നിർവഹിക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.